സ്വാതിയെ എങ്ങനെ ലക്ഷ്മി നേരിടും? മംഗലശ്ശേരിക്കാരെ മുഴുവൻ കബളിപ്പിച്ച പെരും കള്ളിയായി അവള് മാറും. മനസ്സുകൊണ്ടുപോലും ലക്ഷ്മി അതിന് തയ്യാറാവില്ല. അവളുടെ മനസ്സിൽ സഞ്ജുവിനുള്ള സ്ഥാനം ഒരു ഭർത്താവിൻ്റെതല്ല. എന്റെ ഏറ്റവും വലിയ പ്രതിയോഗിയായി അവൾ നിൽക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ലക്ഷ്മിയോട് എനിക്ക് ആദരവാ ഉള്ളത്. അവളെപ്പോലൊരു മകളുടെ അമ്മയാവാൻ പുണ്യം ചെയ്യണം. അവളെ കൊന്നുകളയാൻ പല കുറി നിശ്ചയിച്ചിട്ടും എനിക്കതിന് കഴിയാതെ പോകുന്നതും അതുകൊണ്ടാ. ശ്രീകുട്ടി മരണവുമായി മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈശ്വര, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? കുട്ടി കിടന്നോളൂ, എഴുന്നേക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അല്ല, ഞാനിത് എവിടെയാ? എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേ ഇയാളാ. അമ്മോ, ക്ഷേത്രത്തിനകത്ത് വെച്ച് തലചുറ്റി വീണത് മറന്നോ? അപ്പൊ തന്നെ ഞാൻ അമ്മൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് പോണം. കുട്ടി എന്തായി കാണിക്കുന്നത്? ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അമ്മോ, അവര് പറയുന്നത് അനുസരിക്കേ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കണ്ട. ഒന്ന് കിടക്ക പ്ലീസ്. ഡോക്ടർ, പേഷ്യന്റിന് പോണോന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ആദ്യം പേഷ്യന്റിനെ പിടിച്ച് കിടത്തു. കുട്ടി കിടക്ക്. ഇല്ല, കിടക്ക്. വിടാനില്ലേ നിങ്ങളോട് പറഞ്ഞ? അമ്മോ, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഡോക്ടർ പറയുന്നൊന്ന് കേക്ക്. ആര് പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാനൊരു സ്ഥലത്ത് പോവാൻ ഇറങ്ങിയതാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ശരി, വിട്ടേക്കാം. ആദ്യം ഒന്ന് റിലാക്സ് ആവൂ. ഡോക്ടർ, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതിനെന്താ, ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ? ലക്ഷ്മിക്ക് തലചുറ്റൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നിങ്ങളുടെ അറിവിൽ ആദ്യം ഉണ്ടായതാണോ? എനിക്കറിയില്ല ഡോക്ടർ. ലക്ഷ്മിയുമായി പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് കരുതി പറയാതിരിക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോകാം. എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി തരണം. ടെൻഷൻ ഉണ്ടാവുമ്പോ തലചുറ്റൽ വരുന്നതാകാം. എങ്കിലും ലക്ഷ്മിക്ക് ഇത് എത്രാമത്തെ തവണയാ തലകറക്കം വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറ. ഇപ്പൊ ട്രീറ്റ്മെന്റിനൊന്നും നിൽക്കണ്ട. തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ പിന്നീട് എന്നെ വന്ന് കണ്ടാ മതി. ഇപ്പൊ പൊയ്ക്കൊള്ളാൻ പറഞ്ഞതല്ലേ? മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ബോധം തിരിച്ചു വരുമ്പോ തലവേദന അനുഭവപ്പെടാറുണ്ടോ? ശിരസ് പൊട്ടിപ്പിളരുന്നത് പോലെയുള്ള പെയിൻ? എനിക്ക് പോണം, എന്നെ ഒന്ന് വിട്. എവിടേക്കാ ഇത്ര തിടുക്കം കാട്ടി പോകുന്നത്? ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തത്തിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. ശരി, ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. ആ, ഡിസ്ചാർജ് ചെയ്തേക്കൂ. നിങ്ങളൊന്ന് വരൂ. പേഷ്യന്റ് ആരാ നിങ്ങൾ? ഞാൻ അവരുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾ അവളുടെ ബന്ധുക്കളോട് ഗൗരവമായി ഈ വിഷയം സംസാരിക്കണം. അടിക്കടി തലചുറ്റി വീഴുന്നത് നിസ്സാരമായി കണ്ടുകളയരുത്. എത്രയും വേഗം ഒരു MRI സ്കാൻ എടുക്കേണ്ടതുണ്ട്. അതിനുപേക്ഷ വിചാരിക്കരുത്. ഞാൻ അവരുടെ റിലേറ്റീവ്സിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാം. ഈ വിഷയം ലാഘവത്തോടെ തള്ളിക്കളഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതവരോട് പറഞ്ഞേക്ക്.
സഞ്ജു, നിന്റെ ഈ ഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുക. എടാ, എന്തെങ്കിലും ഒന്ന് പറയടാ. നീ മണ്ടത്തരൊന്നും കാണിക്കരുത്. നിന്റെ അമ്മയ്ക്കും മുത്തശ്ശനും അതൊന്നും താങ്ങാൻ കഴിയില്ല. എനിക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം എടുത്ത് തലയിൽ വെച്ച് തരാൻ അവര് കാത്തു നിൽക്ക അല്ലടാ. ഒരു ഭാരവും ആരും താങ്ങണ്ട. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചോളാം. അച്ഛനും അമ്മയും ചെയ്തെന്ന് വിശ്വസിക്കുന്ന തെറ്റ് തിരുത്താനല്ലേ എന്നെ ബലിമൃഗമാക്കിയിരിക്കുന്നത്. ബലിമൃഗത്തിന്റെ ആയുസ് ബലിക്കല്ല് വരെ ഉള്ളൂ. എടാ, അവിടെ അതിന്റെ ജന്മം കഴിയണം. സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടി ജീവൻ കൊടുക്കാനാണ് നിന്റെ തീരുമാനം? സഞ്ജു, നിനക്കിവിടെ പിഴച്ചു പോയാ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. താലികെട്ട് കഴിഞ്ഞ് നീ വിഷം കഴിച്ച് മരിക്കാതെ പോയാ നിന്റെ മുഴുവൻ ഇമേജും അവിടെ തീരും. നീ കരുതുന്ന പോലെ പിന്നീടുള്ള കാര്യങ്ങൾ നിന്റെ കയ്യിൽ നിൽക്കില്ലടാ. സഞ്ജനയുടെ വീട്ടുകാർ ഉടനെ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. സഞ്ജുവിന് ഈ ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ച അത് ചെയ്യാനും അറിയാം. വിഷം കാണിച്ച് കോമാളിയാവാൻ ഞാനില്ല. സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥ എനിക്ക് മരണത്തിന് തുല്യമാ. ദൈവമേ, ഇത് ഞാൻ ആരോട് പറയും? നീ ചെന്ന് വിവാഹ മണ്ഡപം മുഴുവൻ അറിയിക്കടാ. ആ, ദിനേശങ്ങളെ, അമ്മു ദിനേശങ്ങളെ വിളിച്ചോ? ഞാൻ വിളിച്ചപ്പോ റിങ്ങുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. മോനെ, അമ്മുവിന്റെ കണക്കൂട്ടലുകളെല്ലാം പിടിച്ചുപോയി. ഒരു മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാ അവള് ഫോൺ എടുക്കാത്തത്. അങ്കിൾ ഇത് ഊഹിച്ച് പറയുന്നതാണോ? എവിടെയാ അമ്മുവിന്റെ കണക്കൂട്ടലുകൾ പിഴച്ചത്? സ്വാതി ഇപ്പോ മനയിലില്ല. പിന്നെ പിന്നെ അവൾ എവിടെയുള്ളത്? സ്വാതിയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായി. അവളെ ഇവിടെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. കൂടെ അമ്മു ഉണ്ടാവും. ആരാ അങ്കിളിനോട് ഈ വിവരങ്ങൾ പറഞ്ഞത്? ദക്ഷയും നമ്പീശനും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും അവർ കൃത്യമായി അറിയുന്നുണ്ട്. ഫോൺ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലെ അമ്മു. പിന്നെ സ്വാതിയുടെ നില കുറച്ച് ക്രിട്ടിക്കലെന്നാ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എങ്കിൽ ICUവിൽ തന്നെ ആവും. എനിക്ക് അവരുടെ അടുത്ത് എത്തണം. ഇനി ഞാൻ ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കില്ല. സഞ്ജു, നിനക്ക് അങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല സഞ്ജു. ഈ റിസോർട്ട് ദക്ഷയുടെ ആളുകളുടെ നിയന്ത്രണത്തിലാ. വിടും, ആര് തടഞ്ഞാൽ ഞാൻ പോവും. എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്ത് എത്തണം. ഇത്രയും മണിക്കൂറുകൾ ഞാൻ ഇവിടെ കഴിച്ചു കൂട്ടിയത് അമ്മു അവളിവിടെ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയല്ല. ഇനി എന്ത് പ്രതീക്ഷ എനിക്കുള്ളത്? സ്വാതി, അവള് മരണത്തോട് മല്ലടിക്കുക. എനിക്ക് പോണം. നിന്നെ ഞങ്ങൾ പുറത്ത് കടത്തിവിടാം. മുമ്പും പിമ്പും നോക്കാതെ എടുത്ത് ചാടുന്നതല്ല ബുദ്ധി. ദക്ഷയും അവളുടെ ആൾക്കാരെയും കബളിപ്പിച്ചേ പുറത്തു കിടക്കാനാകൂ. ദിനേശങ്ങൾ പറയുന്നു, നീ ഒന്ന് കേക്ക്. എത്രയും വേഗം സ്വാതിയുള്ള ഹോസ്പിറ്റല് നീ എത്രയും തന്നെയാ ഞാനും പറയുന്നത്. ഇനി നമ്മുടെ മുന്നിൽ അത് മാത്രമേ ഉള്ളൂ. ഞാനും രാജുവും പുറത്തുപോയി പരിസരം നിരീക്ഷിക്കാം. ഞാനോ രാജുവോ വിളിച്ചാൽ ഉടൻ പറഞ്ഞു തരുന്ന വഴിയിലൂടെ നീ പുറത്തു വരണം. അതുവരെ നീ ഈ റൂമിൽ കാത്തിരുന്നാ മതി. നിന്നെ മറ്റാരും പുറത്തു കാണാൻ പാടില്ല. എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മോനെ, ഞങ്ങൾ വിളിക്കാതെ നീ പുറത്തു വന്നാൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. രാജു, വാടാ.
ഫോട്ടോഗ്രാഫർ വരട്ടെ എന്ന് ചോദിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയേ. എല്ലാം കഴിഞ്ഞു മതി അവരെ കയറ്റിവിടാൻ. ശരി. ആ ഞാനിപ്പോ വരാവേ. ഇത് ഓക്കെ അല്ലേ? ആ മതി മതി. മോളെ ഒന്ന് കാണാൻ വന്നതാ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയേ. കവിതയ്ക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. കവിത അപ്പച്ചേ ഞാൻ അന്വേഷിച്ചതാ. ആളിവിടെ ഉണ്ടെന്ന് മല്ലികാൻറ്റി പറഞ്ഞു. എന്നിട്ട് പുറത്ത് കണ്ടതുമില്ലല്ലോ. വൈകുന്നേരം മുതൽ തുടങ്ങിയ തലവേദനയാ. രാത്രിയാ തലയൊന്ന് ഉയർത്തിയത്. നിന്റെ ചുവടുമാറ്റം എനിക്കറിയാം കവിതേ. കൂടെ നിൽക്കാനല്ല, മുന്നിൽ നിൽക്കാനാ നീ ശ്രമിക്കുന്നത്. നിന്റെ സ്ഥാനം ദക്ഷയ്ക്ക് ഒരു ചുവട് പിന്നിൽ മതി. അല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഏയ്, ഇത് മൈഗ്രെയിന്റെ ആണ്, ഉറക്കത്തിന്റെ കുറവുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ ഒരു മുൻവിധി വെക്കരുത്. രോഗമറിഞ്ഞ് ചികിത്സിക്കുന്നതല്ലേ ബുദ്ധി. അസുഖം മറ്റൊന്നാണെങ്കിൽ എന്തിനു വേദന സഹിക്കണം? ഒന്ന് സ്കാൻ ചെയ്യണം. കണ്ണിന്റെ മുകളിൽ കുറച്ച് തടിപ്പും കാണുന്നുണ്ട്. ആ, സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു അപ്പച്ചി. ഈ ഭാഗത്തെ ഷെയ്ഡ് ഒന്ന് മാറ്റണം. അത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയാം. ആക്ച്വലി ജുവൽസ് ഇത് മതിയോ ഗൗരി? ആ, ഞാൻ പറഞ്ഞതാ, അവക്ക് ഇത് മതിയെന്നാ പറയുന്നത്. എല്ലാം വാരി വലിച്ചിടുന്നത് ബോറാവില്ലേ അപ്പച്ചി? എനിക്ക് ഇത്രയൊക്കെ മതി. മോള് പറയുന്നത് ശരി തന്നെയാ. പക്ഷെ മകളെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുകയറുന്ന ഡാഡിക്കും മമ്മിക്കും ചില സ്വപ്നങ്ങളൊക്കെ കാണില്ലേ? പൊന്നിൽ പൊതിഞ്ഞ് മോളെ ഇറക്കണമെന്നല്ലേ? ആ സ്വപ്നം രണ്ടുപേരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ആ സ്വപ്നം മാത്രമല്ല മോളെ, നിന്റെ മമ്മിയുടെ എല്ലാ സ്വപ്നങ്ങളും മനസ്സിൽ കെട്ടടങ്ങും. സഞ്ജുവും അതൊന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. വിവാഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഞാൻ സഞ്ജുവിനെ വിളിച്ച് എല്ലാം പറയാറുണ്ട്. വലിയ അഭിപ്രായ പ്രകടനമൊന്നുമില്ല, എങ്കിലും കേട്ടോളൂ. കേട്ടല്ലേ പറ്റൂ. സഞ്ജുവിന് ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഉണ്ട്. അത് മാറിക്കോളും. അവന്റെ മനസ്സ് അവളിലേക്ക് ചാഞ്ഞു തുടങ്ങിയെന്നെന്റെ സംശയം ശരി തന്നെ. ആ ദേ മമ്മി, ഡാഡിയുടെ കോളാ. ആ, ഞാൻ മോളുടെ അടുത്ത്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ, കവിത ഇവിടെ ഉണ്ടാവില്ലേ? വർമ്മ സാർ അങ്ങോട്ട് വിളിക്കുക. ഗൗരി ചെല്ലേ, ഞാനിവിടെ ഉണ്ടാകും. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട് മോളെ. നിന്റെ മമ്മി തന്നെയാ നിനക്ക് ഈ ദുർവിധി വാങ്ങിത്തന്നത്. ഞാനിതിൽ തീർത്തും നിരപരാധിയാ. താലികെട്ട് കഴിഞ്ഞ ഉടൻ വിധവയാവാനാ നിന്റെ യോഗം. പലരുടെയും ചോര ഒഴുകി അവസാനിക്കേണ്ട ഒരു യുദ്ധക്കളത്തിൽ നീ വന്നു പെട്ടുപോയതിന് എനിക്കെന്ത് ചെയ്യാനാവും? അപ്പച്ചോട് നീ ക്ഷമിക്കേ. നിനക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്. അപ്പച്ചിക്ക് ആകെയുള്ളത് ഈ ജീവിതാ. സഞ്ജു, എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലടാ. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ സ്വാധീനം അടുത്ത് എത്തണം. എടാ നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും നമുക്ക് പോവാം. ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ട് ദിനേശങ്ങൾ ഉടനെ നമ്മളെ കോൾ ചെയ്യും. അത്ര സേഫ് ആണെങ്കിൽ മാത്രമേ ദിനേശങ്ങൾ നമുക്ക് പോകാനുള്ള വഴിയൊരുക്കൂ. ഒന്നും ആലോചിക്കാതെ എടുത്തിയാടി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം എതിർവശത്ത്
ദക്ഷയെ നമ്മൾ ഭയപ്പെട്ടേ മതിയാവും. എല്ലാം എനിക്ക് അറിയാം രാജു. പക്ഷെ സ്വാതിയുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സ് പിടിച്ചു നിർത്താനാവുന്നില്ല. എന്റെ സ്വാതിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ സഞ്ജു ജീവനോടുണ്ടാവില്ല. സത്യം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ശ്രീകുട്ടിക്കുണ്ടാവാൻ സാധ്യതയില്ല. ആ വകയിലുള്ള ദക്ഷയുടെ സന്തോഷം കെടുത്തണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ശ്രീകുട്ടിയുടെ മേൽ ദക്ഷയുടെ ശ്രദ്ധ കൂടുതൽ പതിയില്ല. പഴുതടച്ചുള്ള നിരീക്ഷണമാണല്ലോ ദക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോ സഞ്ജുവിനോട് എന്ത് പറയും? അങ്കിളെ, ഞാൻ പുറത്തേക്ക് വരട്ടെ? മോനെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ദക്ഷയുടെ ആൾക്കാരെ മറികടന്ന് എളുപ്പത്തിൽ ഇവിടെ നിന്നും പോകാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അത്ര ശക്തമാണ് ദക്ഷയുടെ നിരീക്ഷണം. അങ്കിളെ, നമ്മളിനി എന്താ ചെയ്യാ? അതാ ഞാനും ആലോചിക്കുന്നത്. അപ്പോ എനിക്ക് സ്വാതിയുടെ അടുത്തെത്താൻ കഴിയില്ലെങ്കിലേ? അക്കാര്യത്തിൽ മോൻ വിഷമിക്കണ്ട. പക്ഷേ കുറച്ച് സാവകാശപ്പെടേണ്ടി വരും. എന്തായാലും നമുക്കുള്ള അവസരം തുറന്നു കിട്ടും. അതുവരെ കാത്തിരിക്കണം. മോൻ ഫോൺ വെച്ചോ. അങ്കിൾ വിളിക്കുന്ന അവസരത്തിൽ മാത്രം മോൻ പുറത്തു വന്നാൽ മതി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ അവളെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ, എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ ലക്ഷ്മിയെ വിളിക്കുക. സഞ്ജു, നീ സമാധാനത്തോടെ ഇരിക്കേ. ഞാനൊന്ന് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ആർക്കൊരു സംശയത്തിന് ഇടവരുത്തരുത്. മോനെ സഞ്ജു, ഇനിയും നീ ഇങ്ങനെ ഇരിക്കരുത്. നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ലടാ. എന്റെ കുഞ്ഞ്, ഇനി പഴയതെല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഉരുകരുത്. സന്തോഷത്തോടു കൂടി മാത്രമേ കതിർമണ്ഡപത്തിലേക്ക് കയറാവൂ. മോനെ, സഞ്ജന നിനക്ക് ദൈവം നിശ്ചയിച്ച പെണ്ണ. ആ വിധിയെ മറികടക്കാൻ നമുക്കാവില്ല. അവള് നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതല് സഞ്ജന മാത്രമേ നിന്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. ഭാര്യയുടെ സ്ഥാനത്ത് അവളെ മാത്രമേ സങ്കല്പിക്കാവൂ. മോന്റെ മനസ്സിലെ മുറിവ് ഉണങ്ങും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. എന്റെ കുട്ടി ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും.